സദാ സത്സ്വരൂപം ചിദാനന്ദഖണ്ഡം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തിച്ഛയാ മാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. ഭഗവാന്റെ പാതാരബിന്ദത്തിൽ സാഷ്ടാംഗ പ്രണാമം. സായിറാം. ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ഭഗവാൻ തന്നെയാണ്. ഇത് ഭഗവാൻ ഒരു ചില ഭക്തർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഭഗവാന്റെ കൂടെ തന്നെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ കസ്തൂരി സർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നെ 6 കാര്യങ്ങൾ. അതിലാദ്യത്തെ കാര്യം ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം. ഭഗവാൻ പറയാണ്, ഓരോ യുഗത്തിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. അപ്പോൾ ആ യുഗത്തിൻ്റെ ധർമ്മം ക്ഷയിക്കുമ്പോൾ ആ ധർമ്മം നിലനിർത്താൻ വേണ്ടി ഭഗവാൻ വരുന്നു. അപ്പോൾ ഈ യുഗത്തിൻ്റെ ധർമ്മം നിലനിർത്താനാണ്, കലിയുഗമായ ഈ യുഗത്തിൻ്റെ ധർമ്മം നിലനിർത്താനാണ് ഭഗവാൻ അവതരിച്ചതെന്ന് ഭഗവാൻ പറയാണ്. ആ ധർമ്മം നിലനിർത്താൻ, ശക്തിപ്പെടുത്താൻ ഭഗവാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? അതും ഭഗവാൻ പറയുന്നുണ്ട്. നയമാർഗമുതോ, തെലുങ്കിൽ ഭഗവാൻ പറയാണ് നയമാർഗമുതോ. നയമാർഗം എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റായിട്ട്, മാധുര്യത്തോടെ, വളരെ സോഫ്റ്റായിട്ടാണ് ഭഗവാൻ കാര്യങ്ങൾ ചെയ്യുന്നതും ധർമ്മം സ്ഥാപിക്കുന്നതും പുനഃസ്ഥാപിക്കുന്നതും. രാമാവതാരത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ രാക്ഷസന്മാരൊക്കെ സംഹാരം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ വന്നത് ആയുധത്തോടെയാണ്. എന്തായുധത്തോടെയാണ്? കോദണ്ഡം എന്നുള്ള വില്ല് പിടിച്ചിട്ടാണ് വന്നത്. ശ്രീകൃഷ്ണനായിട്ട് വന്ന സമയത്ത് പിന്നെയും അവിടെ ദുഷ്ടന്മാരെ സംഹരിക്കണം എന്നൊരു ആവശ്യം വന്നു. അപ്പോൾ ഒരു ആയുധത്തോടെ വന്നു. എന്താ ആയുധമായിരുന്നു? സുദർശന ചക്രം ആയിരുന്നു ആയുധം. അപ്പോൾ ശ്രീരാമനായിട്ട് വന്നപ്പോൾ കോദണ്ഡപാണി, ശ്രീകൃഷ്ണനായിട്ട് വന്നപ്പോൾ സുദർശന ചക്രവും കൊണ്ടുവന്നു. പക്ഷെ ഭഗവാൻ വന്നത് എന്തായുധമായിട്ടാണ്? ഭഗവാൻ വന്നത് വെറും ഒരു മനോഹരമായിട്ടുള്ള പുഞ്ചിരി എന്നുള്ളൊരു ആയുധമായിട്ടാണ് എന്ന് പറയാണ്. നിത്യവശ്യ സുന്ദരമാം പുഞ്ചിരിയാൽ, നിത്യവശ്യ സുന്ദരമാം പുഞ്ചിരിയാൽ ഭക്തകോടി മാനസത്തിൽ ഇരിപ്പവനേ, കലിയുഗത്തിലൊരു പ്രിയദേവൻ കഥനങ്ങൾ തീർക്കും സായിദേവൻ. നയമാർഗമുതോ, ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും പാടിക്കൊണ്ടും വളരെ ലളിതമായിട്ടാണ് ഭഗവാൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിക്കുന്നത്. ഭഗവാൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ഭാരതനാട്ടിൽ അമ്മമാർ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന മാതിരിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഉദാഹരണം പറയാണ്. ഈ അമ്മ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴൊക്കെ മൊബൈലിലൊക്കെ കാണിച്ചുകൊണ്ടാണ് ചോറ് കൊടുക്കുന്നത്. പക്ഷെ പണ്ടൊക്കെ എങ്ങനെയാണ്? ഈ ഒരു മരം കാണിച്ചുകൊണ്ട് അവിടെ ഒരു മരത്തിലൊരു കാക്കയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കും, മോനെ അല്ലെങ്കിൽ മോളെ, ആ ഭാഗയെ അവിടെ എന്താ ഉള്ളത്? അവിടെ മരത്തിൽ എന്താ കാക്കയില്ലേ? കാക്ക എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുക? എന്നിട്ട് അമ്മ പറയും കാ കാ എന്ന് പറയും. അപ്പോൾ കാ പറയൂ എന്ന് കുട്ടിയുടെ അടുത്ത് പറയുമ്പോൾ കുട്ടി എന്ത് പറയും? കുട്ടിയും കാ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ വായ തുറക്കുമ്പോൾ ആ കുട്ടി അറിയാണ്ട് തന്നെ അമ്മ ആ ഭക്ഷണം കുട്ടിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഭഗവാൻ പറയാണ്, അങ്ങനെയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നയമാർഗമുതോ, വളരെ സ്വീറ്റായിട്ടും സോഫ്റ്റായിട്ടും മധുരമായിട്ടും അങ്ങനെയാണ് ഭഗവാൻ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ യുഗത്തിൻ്റെ ധർമ്മം ഭഗവാൻ പുനഃസ്ഥാപിക്കുന്നത്. ആരെയും സംഹരിച്ചുകൊണ്ടല്ല, ഇറ്റ് ഇസ് ത്രൂ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് തന്നെ ഒരു പരിവർത്തനം നമുക്ക് വരും. ഭഗവാന്റെ പ്രേമം മൂലം നമുക്ക് പരിവർത്തനം വരും. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്ന സമയത്ത് നമ്മൾ ചിത്തശുദ്ധി കൈവരിക്കും. അങ്ങനെയാണ് ധർമ്മം പുനഃസ്ഥാപിക്കുന്നത്. നയമാർഗമുതോ എന്ന് ഭഗവാൻ പറയാണ്. ഇതുപോലെ തന്നെ ഭഗവാൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ മിഷൻ
എന്താണെന്നുള്ളത് ഭഗവാൻ കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കാരുണ്യത്താൽ ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് അത് കേൾക്കാം. ജയ് സായിറാം.